ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചമ്മന്തി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ച് ഒന്നും കൂടി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മുടെ പുളിവെള്ളമാണ് കേട്ടോ വേണ്ടത്. നന്നായിട്ട് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറവ് ചെയ്തെടുത്താൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക.